സർ, രാഹുൽ മാങ്കൂട്ടത്തിന് 18 ദിവസങ്ങൾക്ക് ശേഷം ജാമ്യം കിട്ടിക്കൊണ്ടുള്ള വിധിന്യായം ഇന്നലെ വന്നു. നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചതാണ്. അപ്പോൾ ഓർഡറിന്റെ കോപ്പി കിട്ടിയതിന് ശേഷം സർ അതിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ച് പറയാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ കോടതിയിലെ ഉത്തരവിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് സർ? നമ്മള് പറഞ്ഞതാണ് കോടതിയില് പ്രധാനമായിട്ടും ഈ വിധിന്യായങ്ങളിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത്. ഒരു കാര്യം കോടതിയിൽ ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഈ വിദേശത്ത് ഉള്ള ഒരു വ്യക്തിയെ ഇനിയിപ്പോ ഒരു ത്രട്ടൻ ചെയ്യാനായിട്ടൊന്നും സാധ്യതയില്ല എന്നുള്ളത് വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, ആദ്യമേ പറഞ്ഞോട്ടെ, ഈ വളരെ കർശനമായ ബെയിൽ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തെന്നൊക്കെ വന്ന റിപ്പോർട്ടൊന്നുമില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബെയിൽ കണ്ടീഷൻസ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. 50,000 രൂപയുടെ 2 സോൾവെന്റ് ഷ്യൂരിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പെറ്റീഷണർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മുമ്പിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മുമ്പിൽ എല്ലാ സാറ്റർഡേയും 10 മണി മുതൽ 12 മണി വരെ 3 മാസത്തേക്ക് അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ ഹാജരാകണം. ഇൻവെസ്റ്റിഗേഷനോട് സഹകരിക്കണം. അതേപോലെ അവര് സമൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലണം. റൈറ്റിംഗിൽ സമൺ ചെയ്താൽ, ഓറൽ സമണിംഗ് അല്ല, റൈറ്റിംഗിൽ സമൺ ചെയ്താൽ. പിന്നെ ഈ വിറ്റ്നസ്സുകളെ ഒരു രീതിയിലും സ്വാധീനിക്കാനോ അവരെ ഭീഷണിപ്പെടുത്താനോ അത്തരം എവിഡൻസുകൾ ടാമ്പർ ചെയ്യാനോ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാനോ പാടില്ല. അതേപോലെ തന്നെ സർവൈവർ, ഈ വിക്ടിമായിട്ടുള്ള വ്യക്തിയും അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് പ്രലോഭനങ്ങൾ നൽകാനോ ഒന്നും പാടില്ല. ഇത്രയുമുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട്, സാധാരണ ഇതുപോലത്തെ കേസിൽ ചിലപ്പോൾ രാജ്യം വിടാൻ പാടില്ല എന്നൊക്കെ ഇമ്പോസ് ചെയ്യാറുണ്ട്. അതൊന്നും കണ്ടിട്ടില്ല. ചില ജില്ലകളിൽ കടക്കാൻ പാടില്ല എന്നുണ്ട്. അതൊന്നും അങ്ങനത്തെ ഒന്നും തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ബെയിൽ കണ്ടീഷൻസ് ഒന്നും തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നീട് ഇതിൽ കാണുന്നത്, ഈ കേസിന്റെ മെറിറ്റ്സിനെ കുറിച്ച് ട്രയൽ സ്റ്റേജിലാണ് ഇതിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടതെന്നാണ് വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. വിധിന്യായത്തില് ഈ സർവൈവർ വളരെ ഡിലേഡ് ആയിട്ടാണ് ഇത് പരാതിപ്പെട്ടതെന്നും മറ്റു കാര്യങ്ങളുമൊക്കെ പരാമർശിച്ച് പോയിട്ടുണ്ട്. പിന്നീടുള്ള ഒരു കാര്യം, ആ 3 ദിവസത്തിനകത്ത് 173 പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് 3 ദിവസത്തിനകം FIR റെക്കോർഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം FIS ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസത്തിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് പല ചാനലുകളിലും ചർച്ചയായതുപോലെ 3 ദിവസത്തിനകത്ത് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്, ഇനി അവർ വന്ന് ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഡിജിറ്റൽ ഒപ്പ് ശേഖരിച്ചു എന്നല്ലേ പോലീസ് പറയുന്നത്? ഡിജിറ്റൽ ഒപ്പ് ശേഖരിച്ചു എന്ന് പോലീസ് പറഞ്ഞാൽ പോലും അവർ ഇവിടെ വന്ന് ഒപ്പിടേണ്ട ഒരു ആവശ്യമുണ്ട്. അവര് അത് ഈ വിധിന്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. എ കോപ്പി ഓഫ് ദ സെറ്റ് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ പാരഗ്രാഫ് 15 പറയുന്നുണ്ട്. The perusal of the case diary reveals that the statement of the survivor was recorded by the sub-inspector of Vanitha Police Station at the police headquarters Thiruvananthapuram through a Zoom meeting at about 2:30 p.m. on 8/1/2020. A copy of the said statement, produced along with the case diary, contains a signature purporting to be that of the survivor. Even according to the learned public prosecutor, the survivor is said to return to India. In such circumstances, it is not discernible as to how the statement when she was admittedly in Canada. The FIR indicates that the first information was received by the Crime Branch Police on 9/1/2026 at about 5 p.m. and the FIR was registered thereafter at 7:28 p.m. on the same day. Therefore, the materials on record do not indicate that the survivor had affixed her signature on the FIS statement within the statutorily prescribed period of 3 days as contemplated under section 173(2) of the BNSS 2020. ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് 2 കാര്യമാണുള്ളത്. ഒരു കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ചിട്ട് ആര് തന്നെയാണെങ്കിലും, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്നല്ല, ആര് തന്നെയാണെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ FIR രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അധികാരമില്ല.
അത് FIS രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓറലായിട്ട് കൊടുത്ത പരാതിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനോ ആണെങ്കിൽ 3 ദിവസത്തിനകത്ത് വന്ന് ഒപ്പിടണമെന്നുള്ളതാണ് BNSSലെ 173(2) പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഈ പാര 15 അവസാനം പറഞ്ഞിട്ടുണ്ട്. However, the fact remains that there is non-compliance with the requirement under section 173(2) of the BNSS, which mandates that information received through electronic communication shall be signed by the informant within 3 days. The records placed before this court do not prima facie demonstrate such a compliance. In the absence of compliance with the aforesaid statutory requirement, a question arises as to whether a legally valid first information can be said to have been furnished in the manner contemplated under law. This aspect does cast a shadow on the procedural regularity surrounding the registration of the FIR and is a factor that cannot be completely ignored while considering the present application of it. So, ഇതിനകത്ത് ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ചില ചാനലുകളിൽ പറയുന്നത് ഈ വിക്ടിം എന്ന് പറയുന്ന ലേഡി ചിലപ്പോൾ ഇതിൽ നിന്നും ബാക്ക് ഓഫ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ അവർ ഈ FISൽ ഒപ്പുവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ്. അതായത് സർ, ഞാൻ സംശയം ചോദിച്ചോട്ടെ. ഇപ്പോ ഡിജിറ്റൽ സിഗ്നേച്ചർ എടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ പരാതി കൊടുത്ത മെയിലിൽ നിന്ന് തന്നെ ഡിജിറ്റലി സിഗ്നേച്ചർ എടുക്കുമ്പോൾ അത് അവര് തന്നെയാണ്. ഇപ്പൊ ഇൻ കേസ് ഇവര് ഇതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒപ്പ് ഇത് ഇവരുടെ തന്നെയാണ്, പരാതിക്കാരി ഇവര് തന്നെയാണ് എന്നെങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റുക? ഇത് ഫോർജ്ഡ് ആണ് എന്നുള്ളൊരു വകുപ്പ് അതിൽ വരുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരു ചാനലിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് കേട്ടു. അതായത് ഇതിനകത്ത് ഒരിടത്തും ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പോലീസ് പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് കാണുന്നില്ല. ഇതിൽ പറയുന്നത് എ കോപ്പി ഓഫ് ദ സച്ച് സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ്ഡ് അലോങ് വിത്ത് ദി കേസ് ഡയറി കണ്ടെയ്ൻസ് എ സിഗ്നേച്ചർ പെർപോർട്ടിംഗ് ടു ബി ദാറ്റ് ഓഫ് ദ സർവൈവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ സർവൈവർ ഒപ്പിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഓൺലൈനിൽ കൂടെ സൂം മീറ്റിംഗിൽ കൂടെ ഈ വനിതാ പോലീസ് ഓഫീസർക്ക് അവര് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അവര് എഴുതി കാനഡയിൽ വെച്ച് ഒപ്പിട്ട് കൊറിയർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് നമുക്കറിയാൻ സാധിക്കുകയില്ല. ഇപ്പൊ അങ്ങനെ തന്നെ ആണെങ്കിലും അതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു പ്രാക്ടിക്കൽ ആസ്പെക്ട് ഉണ്ട്. വിദേശത്തിരിക്കുന്ന ഒരു വിക്ടിമിന് 3 ദിവസത്തിനകത്ത് ഇവിടെ ഓടി വന്ന് ഒപ്പിടാനൊന്നും സാധിക്കുകയില്ല. അത് പ്രായോഗികമല്ല. പക്ഷെ ഇത് അവര് ബാക്ക് ഓഫ് ചെയ്താൽ ഇവര് എന്റെ അഭിപ്രായത്തിൽ പോലീസ് ഉദ്യോഗസ്ഥര് ബുദ്ധിമുട്ടിലാണ്. മറിച്ച് അവർ ഇനിയും ഇന്ത്യയിലേക്ക് വരികയാണ്. ഇവിടെ വന്ന് അവർക്ക് സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് കൊടുത്താൽ കോടതി ഈ പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി കൺഡോൺ ചെയ്യുമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു ക്രൈം BNSSൽ 3 days എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് കുറച്ച് ദിവസം കൂടെ മാറിപ്പോയാൽ ഇവിടെ വന്ന് ഒപ്പിട്ട് കൊടുക്കാനായിട്ട് അവർ ഓൺലൈനൊക്കെ ചെയ്തിട്ടുണ്ട്. വന്ന് ഒപ്പിടാനായിട്ടുള്ള ഒരു കാലതാമസം കോടതിക്ക് ഡിലേ കൺഡോൺ ചെയ്യാനായിട്ട് അധികാരമുണ്ട്. ആ ഡിലേ കണ്ടോണേഷനൊക്കെ ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടിയെന്നിരിക്കും. മറിച്ച് അവരിവിടെ വന്ന് ഒപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. പിന്നെ അവര് കാനഡയിൽ എംബസിയിൽ പോയി ഒപ്പിട്ട് അറ്റസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എംബസിയിൽ പോയിട്ട് ഒപ്പിട്ട് അയക്കാവുന്നതാണ് വിദേശത്തുള്ളവർക്ക്. പക്ഷെ ഇവരുടെ കേസിൽ ഇവർ ഇന്ത്യൻ സിറ്റിസൺ ആണോ അതോ കനേഡിയൻ സിറ്റിസൺ ആണോ എന്നുള്ളത് നോക്കേണ്ടിയിട്ടുണ്ട്. കനേഡിയൻ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് അവിടെ പോയി എംബസിയിൽ ഒപ്പിടാൻ പറ്റില്ല. ഒരു ഇന്ത്യൻ സിറ്റിസണ് മാത്രമേ അത് പറ്റുള്ളൂ. 2, ഈ ലോയിൽ പറയുന്നത് പോലീസ് ഓഫീസറുടെ മുന്നിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഒരു എംബസി ഒഫീഷ്യലിന്റെ മുമ്പിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പം അതിനിപ്പോ കോടതി എന്ത് വീക്ഷണം എടുക്കുമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. സൂം മീറ്റിംഗിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഒരു സൂം മീറ്റിംഗ് എപ്പോഴും റെക്കോർഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എന്റെ മുന്നിൽ തന്ന സ്റ്റേറ്റ്മെന്റ്. പ്രായോഗികമായിട്ട് ഉള്ള കാര്യങ്ങൾ കാനഡയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇവിടെ വന്ന് ഒപ്പിടാനൊക്കാത്തത് കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട എംബസിയിൽ ഒപ്പിടിച്ചതാണ് എന്ന് പറഞ്ഞാൽ അത് കോടതി അക്സെപ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനും സാധിക്കും. അത് പക്ഷെ അതിന്റെ ഒരു ടെക്നിക്കാലിറ്റിയാണ്. പിന്നീടുള്ള ഇതിനകത്ത് കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പങ്കജ് ബൻസാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, വിഹാൻ കുമാർ
വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, റാബിർ പുർക്കസ്തയ വേഴ്സസ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ന്യൂഡൽഹി, ഇതിനകത്തൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ആ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കൺടെൻഷൻ ഇവിടെ റേസ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ആ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റും അറസ്റ്റിന്റെ സെക്ഷൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന സെക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആകില്ല. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്ന് പറയുന്നത് ഓരോ കേസിലും അത് സെപ്പറേറ്റ് ആണ്, ഓരോ കേസിനും യുണീക്കാണ്. നിങ്ങളെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓരോ കേസിന്റെയും പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും. ഇപ്പൊ ആർട്ടിക്കിൾ 22(1) പറഞ്ഞിട്ടുള്ളത് no person who is arrested shall be detained in custody without being informed as soon as may be of the grounds of such arrest, nor shall he be denied the right to consult and to be defended by a legal practitioner of his choice എന്നാണ്. ഇത് 1950-കളിൽ തന്നെ താരബാദ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി കേസിൽ ആസ് സൂൺ ആസ് മേ ബി പോസിബിൾ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ആണ്, അല്ലാതെ പോലീസ് ഓഫീസറുടെ കൺവീനിയൻസ് അല്ല. ആസ് സൂൺ ആസ് ഇറ്റ് ഇസ് പ്രാക്ടിക്കലി പോസിബിൾ എന്ന് സുപ്രീം കോടതി റീഡിഫൈൻ ചെയ്തത്. പിന്നെ നിരവധി ജഡ്ജ്മെന്റ്സിൽ സുപ്രീം കോടതി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരതൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് ഇന്ത്യൻ സുപ്രീം കോടതി പങ്കജ് ബൻസൽ കേസും അതിന്റെ പുറകില് നമ്മുടെ റാബിർ പുർക്കസ്തയ കേസും വിഹാൻ കുമാറും ഏറ്റവും ഒടുവിൽ നിഖർ രാജേഷ് ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയിലും ഇത് ഇൻ റൈറ്റിംഗ് കൊടുക്കണമെന്ന് സുപ്രീം കോടതി കർക്കശമായിട്ട് പറഞ്ഞു. അപ്പം ആ ഒരു കാര്യം നമ്മൾ പരിഗണിക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഇറഗുലാരിറ്റി കോടതി കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇറഗുലാരിറ്റി കോടതി കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ പാര 13 പെറ്റിഷണർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോടതി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കേസുകളെല്ലാം തന്നെയും പെറ്റിഷണറുടെ വക്കീല് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളതായിട്ട് കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അത്രയും പറയുമ്പോഴത്തേക്കും അത് കോടതി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ, അത് പ്രോപ്പർലി കൊടുത്തിട്ടില്ലെങ്കിൽ, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, it is apparent that the arrest of the petitioner did not strictly comply with the mandatory requirement under section 47 of DNSS. Section 47 DNSS ആണ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പണ്ട് സൂചിപ്പിച്ചു, ആ സെക്ഷൻ 47 DNSSന്റെ കംപ്ലയൻസിന് വേണ്ടി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും സർക്കുലർ PH2 സർക്കുലർ നമ്പർ 12/2025 ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഒരു പ്രതിക്ക് അക്യൂസ്ഡിന് കൊടുക്കേണ്ട ഒരു ഫോർമാറ്റ് DGP അയച്ചു കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് പോലീസ് ടീം. ആ ഫോർമാറ്റ് അയച്ചു കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് കേരള പോലീസ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് പ്രോപ്പറായിട്ട് സെർവ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഈ ഫോർമാറ്റിൽ കോടതി അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ലീഗലി ബാധ്യസ്ഥരാണ്. പക്ഷെ കേരള പോലീസ് അത് പറഞ്ഞിട്ടില്ല, കേരള പോലീസ് അത് ചെയ്തിട്ടില്ല. അത് ഇറ്റ് ഇസ് അപ്പാരന്റ് എന്നാണ് വിഹാൻ കുമാർ വേഴ്സസ് പറയുന്നത്. when a violation of Article 22(1) is alleged with respect to the grounds of arrest, there can be possible two contentions raised. A, that the arrested person was not informed of the grounds of arrest, or B, purported information of grounds of arrest does not contain any ground of arrest. As far as the first contention is concerned,
the person who is arrested can discharge his burden by simply alleging that the grounds of arrest were not informed to him. If such an allegation is made in the pleading, the entire burden is on the arresting agency or the state to satisfy the court that effective compliance was made with the requirements of Article 22(1). എന്നുള്ളത് മാത്രമല്ല, ആ ജഡ്ജ്മെന്റിന്റെ പാര 26 പറയുന്നു, ദ ഇൻഫർമേഷൻ അബൌട്ട് അറസ്റ്റ്, അതാണ് അറസ്റ്റ് മെമ്മോ. The information about arrest is completely different from the grounds of arrest. The grounds of arrest are different from the arrest memo. The information about the arrest is completely different from the information about the grounds of arrest. Mere information of arrest will not amount to furnishing the grounds of arrest. Vihan Kumar's para 21F പറയുന്നു, when a violation of Article 22(1) is established, it is the duty of the court to forthwith order the release of the accused. That will be a ground to grant bail even if statutory restrictions on the grant of bail exist. The statutory restrictions do not affect the power of court to grant bail when the violation of Articles 21 and 22 of the Constitution is established. ഇത് കോടതി പറഞ്ഞിരിക്കുന്നത് EAPA, പോക്സോ, അതുപോലെ തന്നെയുള്ള മറ്റ് TMLA ഇതുപോലത്തെ കേസുകളിലെ സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻസിനെ മറികടക്കും ആർട്ടിക്കിൾ 22(1) വയലേറ്റ് ചെയ്താലെന്നാണ്. ഇതിൽ പറയുന്നത് കോടതിയെ കൺവിൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് പ്രോപ്പറായി കൊടുത്തു എന്ന് കോടതിയെ കൺവിൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, that alone is a ground to forthwith enlarge the accused on bail എന്നാണ്. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പറഞ്ഞ വാദം ഈ അക്യൂസ്ഡ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വക്കീല് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ മജിസ്ട്രേറ്റ് കോടതിയുടെ ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ബെയിലിൽ എൻലാർജ് ചെയ്യേണ്ടത്. ഇവിടെയും ഈ കോടതിയും പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പ്രൊസീജിയറിൽ ഇറഗുലാരിറ്റി അപ്പാരന്റ് ആണെന്ന് പറഞ്ഞിട്ട്, പക്ഷേ കോടതി എന്തുകൊണ്ടോ അതിനകത്ത് ഇത് മാത്രം ഒരു ഗ്രൗണ്ടായിട്ട് പറഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിന് ബെയിലിൽ എൻലാർജ് ചെയ്യാൻ. മാത്രമല്ല, കോടതി പോലീസിന് എതിരെ ഒരു നടപടിക്കും ഒരു ശുപാർശയും അവരെ വിമർശിച്ചിട്ട് പോലും. It is apparent that the arrest of the petitioner did not strictly comply with the mandatory requirements of Section 50 of CRPC. ഇപ്പോഴത്തെ Section 47 BNSS എന്ന് കോടതി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രാബിർ പുർക്കസ്തയ കേസിലെ പാരഗ്രാഫ് 46 പറഞ്ഞിട്ടുള്ളത് വി ആർ ഓഫ് ദ ഫേം ഒപ്പീനിയൻ, സുപ്രീം കോടതിയാണ് പറയുന്നത്, വി ആർ ഓഫ് ദ ഫേം ഒപ്പീനിയൻ ദാറ്റ് വൺസ് ദിസ് കോർട്ട് ഹസ് ഇന്റർപ്രറ്റഡ് ദ പ്രൊവിഷൻസ് ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട് ഇൻ context to the constitution scheme and has laid down that the grounds of arrest have to be conveyed to the accused in writing expeditiously, the said ratio becomes the law of the land, binding on all the courts in the country by virtue of Article 141 of the Constitution of India. Indian Supreme Court ഒരു വിധിന്യായം, if the court has laid down, if the Supreme Court has laid down the law of the land in a judgment, അത് എടുത്ത് പറയാതെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ കോടതികൾക്കും അത് ബാധകമായി വരികയാണ്. അത് കോടതികൾ അനുസരിച്ചേ മതിയാകുള്ളൂ. അത് ഇന്ത്യയിലുള്ള എല്ലാ പോലീസ് ഫോഴ്സിനും ബൈൻഡിങ് ആണ്. ഈ വിഹാൻ കുമാർ കേസിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് തന്നില്ല എന്നൊരാൾ പറയുകയോ അദ്ദേഹത്തിന്റെ വക്കീല് പറഞ്ഞാൽ കോടതിയെ സാറ്റിസ്ഫൈ ചെയ്യണം. കോടതിയെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ചീഫ് കൊടുത്തിട്ടുള്ള THQ സർക്കുലർ 12/2025 ഫോർമാറ്റിൽ ഫേർണിഷ് ചെയ്തിട്ടുള്ള ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ ജഡ്ജി അത് കണ്ടുപിടിച്ചിരിക്കുന്നു. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് ജഡ്ജി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ജഡ്ജി അതൊരു ഗ്രൗണ്ടായിട്ട് എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അത് ജഡ്ജി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൊടുക്കാനായി.
പക്ഷേ ജഡ്ജി അത് പക്ഷെ ജഡ്ജി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം പേർപ്പസ് ഓഫ് ഡീറ്റൻഷൻ പെൻഡിങ് കംപ്ലീഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ ഇന്നലെ പറഞ്ഞ കസ്റ്റഡിയിൽ ഇന്ററോഗേഷൻ ഇനി വേണ്ട, ടു പ്രിവെന്റ് interference of the accused with the investigation, including attempts to delay course of justice, etc. But detention pending investigation is justified only for the purposes falling within the scope outlined above. And the detention beyond these purposes would assume the character of a punitive measure. In the present case, the grounds advanced for prolonged custody mainly relate to the possibility of tampering with evidence, harassment of the survivor through cyber platforms, and repetition of similar offences. The petitioner's alleged antecedents are also relied upon as a justification for continued detention. Notably, the survivor is overseas in Canada, and hence the apprehension that she may be intimidated appears to be speculative. The mobile phone used by the petitioner has already been recovered and sent for forensic examination, and matters such as room booking and other and connected evidences have been obtained even without the petitioner's intervention. The alleged offence is stated to have occurred within the confines of the hotel room, giving no scope for independent witnesses. Consequently, likelihood of petitioner influencing or intimidating witnesses is minimal. The petitioner has already undergone police custody for 18 days, and the collection of evidence appears to have been substantially completed. He has been complying with all the conditions imposed under the pre-arrest bail granted to him in an earlier case involving similar allegations. ഈ കാര്യങ്ങൾ, furthermore, the petitioner being a prominent political leader and an elected member of the Assembly, there is no likelihood of his absconding or evading the process of law. Considering the above, this court is of view that the prolonged detention of petitioner is unnecessary for the purpose of completing the investigation. അപ്പോൾ അതാണ് ബെയിൽ കണ്ടീഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കോടതി മറ്റേ ഫൈൻഡിങ്സ് ആയിട്ട് പറഞ്ഞു നിർത്തിയെങ്കിലും കോടതി അത് ഒരു ബെയിൽ കണ്ടീഷനായിട്ട് പറയുന്നതായിട്ട് ഇതിൽ കാണുന്നില്ല. കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന്റെ വയലേഷനാണ്. അതേപോലെ തന്നെ കോടതി ഈ കേസിൽ അറസ്റ്റ് മെമ്മോ കൊടുത്തിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ കോടതി അത് സുപ്രീം കോടതിയുടെ DK ബസ് വയലേഷൻ എന്തുകൊണ്ട് നടത്തി എന്നുള്ളതിനെ കുറിച്ച് കോടതി ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. കാരണം കണ്ടംപ്റ്റ് ഓഫ് സുപ്രീം കോർട്ട് അവിടെ ക്ലിയർ ആയിട്ട് ഈ കോടതിയുടെ പരാമർശങ്ങളിൽ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അറസ്റ്റ് പ്രൊസീജിയേഴ്സ് BNSS പ്രകാരമല്ല എന്ന് കോടതി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് മെമ്മോ എന്ന് പറയുന്നത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയതിന് ശേഷമാണ് അറസ്റ്റ് മെമ്മോ പ്രിപ്പയർ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് പറയുന്നത്. Para 12, it was submitted that after taking the petitioner into custody from a hotel at Palakkad, he was brought to Thiruvananthapuram prior to being produced before the jurisdictional court, where his arrest was formally recorded. Arrest documents were prepared and the grounds of arrest were furnished to him, which according to the prosecution, the petitioner refused to acknowledge. ഇത് പാരഗ്രാഫ് 12 കോടതിയുടെ മുമ്പാകെ പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ അതാണ് പറഞ്ഞത്. പ്രോസിക്യൂട്ടർ എംഫറ്റിക്കലി ആർഗ്യൂഡ് ദാറ്റ് there was no procedural non-compliance in the case in hand എന്നാണ്. പ്രോസിക്യൂട്ടർ കോടതി പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ച് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കി. എന്നിട്ട് ആ കോടതി ചോദിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് BNSS 36 അറസ്റ്റ് മെമ്മോ കസ്റ്റഡിയിലെടുക്കുന്ന സമയം തയ്യാറാക്കിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ DK ബസു കേസിൽ അറസ്റ്റ് മെമ്മോ ഹാസ് ടു ബി പ്രിപ്പയർഡ് അറ്റ് ദി ടൈം ആൻഡ് പ്ലേസ് ഓഫ് അറസ്റ്റ് ഇൻ ഓൾ കേസസ് ഓഫ് അറസ്റ്റ് ആൻഡ് ഡീറ്റൻഷൻ അടിവരയിട്ട് കസ്റ്റഡിയെ ഉദ്ദേശിച്ചാണ് കോടതി പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ ചെയ്തില്ല? ഇവിടെ പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ DK ബസ് വയലേറ്റ് ചെയ്തു.
പക്ഷെ കോടതി അത് പറഞ്ഞിട്ടില്ല. കോടതി എന്നിട്ട് ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനോ കണ്ടംപ്റ്റ് പ്രൊസീഡിങ്സിനോ എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇതിനകത്ത് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലും അങ്ങനെ ഒരു ഡിമാൻഡ് റേസ് ചെയ്തതായി കാണുന്നില്ല. വയലേഷൻ അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്തു, പ്രൊസീജിയറൽ വയലേഷൻ. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു ഡിമാൻഡ് പറഞ്ഞെങ്കിൽ ഈ സ്പീക്കിംഗ് ഓർഡറിൽ അതിനെ കൂടെ പരാമർശിച്ചേനെ, കൗൺസിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞേനെ. അത് പറഞ്ഞതായിട്ട് കാണുന്നില്ല. ഓക്കെ സാർ. സർ, മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇതിന്റെ തന്നെ ആദ്യത്തെ ജാമ്യാപേക്ഷ തള്ളിയ സമയത്ത് എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് അരുന്ധതി ദിലീപ് ആയിരുന്നു എന്ന് തോന്നുന്നു. ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ മിഹിർ രാജേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര അങ്ങനൊരു വിധിന്യായം ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ചില കേസുകളിൽ കൊടുക്കേണ്ടതില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഈ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചതാണ്. അതെ, മിഹിർ കേസുകളിൽ കൊടുക്കേണ്ടതില്ല എന്ന് പറയാവൂല. ഇൻ ഓൾ കേസസ്, അതായത് വിഹാൻ കുമാർ വന്നതിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കോടതിയെ കൺവിൻസ് ചെയ്യണമെന്നാണ്. മിഹിർ രാജേഷ് ആയിൽ അത് വൺ സ്റ്റെപ്പ് ഫേർദർ പോയി. ഒരു ഹിറ്റ് ആൻഡ് റൺ കേസാണ് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ നടന്നത്, മിഹിർ രാജേഷ് ഷാ എന്ന് പറയുന്നത്. ആ കേസിൽ വൺ സ്റ്റെപ്പ് ഫേർദർ പോയിട്ട് കോടതി പറഞ്ഞത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഇൻ റൈറ്റിംഗിൽ ഇൻ എ ലാംഗ്വേജ് ഫെമിലിയർ ടു ദി അക്യൂസ്. എനിക്ക് മലയാളമേ അറിയാമെങ്കിൽ എനിക്ക് മലയാളത്തിൽ തരണം. അപ്പോൾ അത് തരേണ്ടത് എപ്പോഴാണ്? മിനിമം എന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അറ്റ്ലീസ്റ്റ് 2 hours ബിഫോർ പ്രൊഡക്ഷൻ ഫോർ റിമാൻഡ്. അതെന്തിനാണെന്നും കൂടെ കോടതി പറഞ്ഞിട്ടുണ്ട്. സോ ആസ് ടു എനേബിൾ ദി അക്യൂസ് ആൻഡ് ഹിസ് കൗൺസിൽ ടു പ്രിപ്പയർ ദർ ഡിഫൻസ് അഗെയിൻസ്റ്റ് ദ റിമാൻഡ് ആപ്ലിക്കേഷൻ. അപ്പൊ റിമാൻഡ് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി എന്റെ വക്കീലിന്, അക്യൂസ്ഡിന്റെ വക്കീലിന് കോടതിയിൽ എത്തുമ്പോൾ ഈ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വൈ മൈ ക്ലയന്റ് ഷുഡ് നോട്ട് ബി റിമാൻഡഡ് എന്ന് അദ്ദേഹത്തിന് കണ്ടൻഷൻസ് റേസ് ചെയ്യാൻ വേണ്ടിയാണ് മിഹിർ രാജേഷ് ഷായില് കോടതി 2 മണിക്കൂർ സമയം പറഞ്ഞു. മിഹിർ രാജേഷ് ഷായുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വിഹാൻ കുമാർ പറഞ്ഞത് ഒരു അക്യൂസ്ഡ് വെറുതെ പറഞ്ഞാൽ മതി എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്, കോടതിയെ കൺവിൻസ് ചെയ്യണം കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ഇവിടെ കോർട്ട് ഹസ് ഗോൺ വൺ സ്റ്റെപ്പ് ഫേർദർ. എന്നിട്ട് കോടതി പറഞ്ഞു 2 മണിക്കൂർ മുമ്പെങ്കിലും റൈറ്റിംഗ് കൊടുക്കുക. കാരണം പോലീസിന്റെ ഈ കള്ളക്കളികളൊക്കെ കോടതിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, കേസ് വിളിക്കുന്നതിന് മുമ്പ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൊടുത്തു കളയും പോലീസ്. അത് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല, അവിടെ വായിച്ചു പോലും തീർക്കാൻ ഒക്കില്ല കേസ് വിളിക്കുമ്പോൾ. അതുകൊണ്ടാണ് മിനിമം 2 hours ബിഫോർ പ്രൊഡക്ഷൻ ഫോർ റിമാൻഡ് എന്ന് കോടതി പറഞ്ഞത് മിഹിർ രാജേഷ് ഷായി. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ആണ്. ഇമീഡിയറ്റ് ആയിട്ട് ഹി ഹാസ് ടു ബി സെറ്റ് ഫോർത്ത് ഓൺ ഡേ. അത് ആ മജിസ്ട്രേറ്റ് നിയമമറിയാതെ പറഞ്ഞതാണ്. അവർക്കെതിരെ പരാതി പോയാൽ സുപ്രീം കോടതി അത് ഗൗരവമായിട്ട് കണക്കിലെടുക്കും. ആ മജിസ്ട്രേറ്റ്, if she was not convinced that the grounds of arrest were not furnished as per the directions of the Supreme Court in the manner prescribed by the Supreme Court, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ why she didn't set him free forthwith on bail എന്നുള്ളത് ഒരു ചോദ്യം അവർ ഫേസ് ചെയ്യും. ഓക്കെ, ഇവിടെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ വിധിന്യായത്തിൽ ഒരു ജഡ്ജി ഇങ്ങനെ ഒരു ഇങ്ങനൊരു കാര്യം ഇങ്ങനൊരു ഇത് പറയുമ്പോൾ രണ്ടാമത്തതിൽ ഹരികുമാർ എന്ന് പറയുന്ന ജഡ്ജിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കൃത്യമായിട്ടും ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് വയലേറ്റ് ചെയ്തു എന്നും പറയുന്നു. അപ്പൊ 2 ജഡ്ജിമാരുടെയും തമ്മിലുള്ള, അപ്പൊ ആദ്യത്തെ ആൾക്ക് തെറ്റുപറ്റിയെന്നാണോ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അത് ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് വിധിന്യായം ഒന്നും വായിച്ചു നോക്കും. ആദ്യം ഞാൻ വായിച്ചിപ്പോ എനിക്ക് ഓർമ്മയില്ല. അത് വായിച്ചു നോക്കാതെ അവരത് എന്താ പറഞ്ഞിരിക്കണേന്ന് എനിക്കത് പറയാൻ സാധിക്കില്ല. പിന്നെ ഈ ജില്ലാ ജഡ്ജി എന്ന് പറയുന്നത്, സെഷൻസ് ജഡ്ജി എന്ന് പറയുന്നത്, അദ്ദേഹം സീനിയർ ആണ്. മജിസ്ട്രേറ്റുമാർ റിലേറ്റീവ്ലി ജൂനിയേഴ്സ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അതിനുള്ള ഒരു അലവൻസ് കൂടെ നമ്മൾ നോക്കണം. ഒരു അവര് ചെയ്യാൻ പാടില്ലാത്തതാണ് അവര് അങ്ങനെ അവരെ കൺവിൻസ് ചെയ്തില്ല, പോലീസിന് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഫേർണിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കണ്ടൻഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലന്മാർ അവിടെ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ
ഈ സെഷൻസ് ജഡ്ജിയുടെ ബെയിൽ ആപ്ലിക്കേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഇസ് അപ്പാരന്റ് എന്നാണ് പറയുന്നത്. അറസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത്, ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഫേർണിഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിൽ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞതാണ്. അതെ, പാര 14 ലാസ്റ്റ് ലൈനിൽ പറയുന്നത്, ഇറ്റ് ഈസ് അപ്പാരന്റ് ദാറ്റ് ദി അറസ്റ്റ് ഓഫ് ദി പെറ്റീഷണർ ഡിഡ് നോട്ട് സ്ട്രിക്ട്ലി കംപ്ലൈ വിത്ത് ദി മാൻഡേറ്ററി റിക്വയർമെന്റ്സ് അണ്ടർ സെക്ഷൻ 50 ഓഫ് ദി CRPC, ദാറ്റ് ഈസ് 47 ഓഫ് ദി BNS. അത് അപ്പാരന്റ് ആയി കഴിഞ്ഞാൽ അത് ഫേർണിഷ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം. സുപ്രീം കോടതി എംപറ്റിക് ആയിട്ട് റാബിർ പൂർക്കസ്തയ വേഴ്സസ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ന്യൂഡൽഹിയിൽ പറഞ്ഞത് ഇൻ പാര 46 ബൈ വെർച്യൂ ഓഫ് ആർട്ടിക്കിൾ 141 ഞങ്ങളുടെ ഈ ജഡ്ജ്മെന്റ് ഇന്ത്യയിലുള്ള എല്ലാ കോടതികൾക്കും ബാധകമാണ്. അപ്പൊ അവിടെ സുപ്രീം കോടതിയെ അവഗണിച്ചു എന്നുള്ള ഒരു ഗൗരവമായിട്ടുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. ഈ ജഡ്ജ്മെന്റിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ബെയില് ഗ്രാന്റ് ചെയ്യാനുള്ള കണ്ടീഷനായിട്ട് അദ്ദേഹം അത് പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അത് അദ്ദേഹം അത് പറയുന്നു, ഈ ഒരു ഒറ്റ ഗ്രൗണ്ട് മതി, ബാക്കി ഗ്രൗണ്ട്സ് ഒക്കെ പറയാം, ഈ ഒരു ഒറ്റ ഗ്രൗണ്ട് മതി ബെയില് കൊടുക്കണം. അതാണ് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിന്റെ സാരാംശം. മാത്രമല്ല, ഇത് ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നു, DK ബസു വയലേഷൻ, സെക്ഷൻ 36 ഓഫ് BNSSന്റെ വയലേഷനും DK ബസു വയലേഷനും അറസ്റ്റ് മെമ്മോ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് വെച്ച് പ്രിപ്പയർ ചെയ്തില്ല എന്നുള്ളതിന് സോളിഡ് പ്രൂഫും പ്രോസിക്യൂട്ടർ തന്നെ കോടതിയിൽ സമ്മതിച്ചിരിക്കുന്നു. അതിന് കണ്ടംപ്റ്റും അതേപോലെ ഈ പോലീസ് ഓഫീസേഴ്സിന് എതിരെ ഡിസിപ്ലിനറി ആക്ഷനും അതേപോലെ അബ്ഡക്ഷനും ഒക്കെ കൂടെ ക്രിമിനൽ കേസ് പോകണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം നീങ്ങുമെന്ന് എനിക്കറിയില്ല. നീങ്ങിയാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ബുദ്ധിമുട്ടിലാവും. കാരണം ഇപ്പൊ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്ന ഒരു വലിയ തെളിവ് കോടതിയുടെ ഈ ബെയിൽ ഓർഡറിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രോസിക്യൂഷൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദി അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ഇസ് ദെയർ ഇൻ ദ ബെയിൽ ഓർഡർ.